ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ കറ്റാർവാഴ ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായ ഈ കറ്റാർവാഴ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കറ്റാർവാഴയുടെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു കത്തി കൊണ്ട് അതിൻ്റെ സൈഡിലുള്ള മുള്ളും അതിൻ്റെ പുറത്തെ പച്ചത്തൊലിയും കളയുമ്പോൾ നമുക്കിതിനകത്തുള്ള ജെല്ലി കിട്ടും. ഈ ജെല്ലി കൊണ്ടാണ് നമ്മളിന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഈ കറ്റാർവാഴയുടെ ജെല്ല് ഫേസിലും ഹെയറിലും ബോഡിയിലുമൊക്കെ അപ്ലൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഈ കറ്റാർവാഴ നമ്മൾ ഉള്ളിൽ കുടിച്ചാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലുള്ള പച്ചത്തൊലി ഓരോ സൈഡായി നമ്മൾ നീക്കം ചെയ്യണം. ഫുള്ളും നീക്കം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കയ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഫുള്ളും മാറ്റി ഇതിൻ്റെ ജെല്ലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പച്ചവെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. ഇത് നന്നായി കഴുകിയെടുത്താലേ ഇതിൻ്റെ പുറത്തുള്ള ഒരു സ്റ്റിക്നെസ് മാറിക്കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് ചെറിയ പീസസായി മുറിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് മുറിച്ച് മാറ്റി വെച്ച കറ്റാർവാഴയുടെ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പനിക്കൂർക്കയുടെ ഒരു ഇല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 തുളസി ഇല എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓർമ്മശക്തിക്ക് വളരെ നല്ലതായ ബ്രഹ്മിയില നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 5-6 പുതിനയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ നാരങ്ങ ഞാൻ പിഴിഞ്ഞെടുത്തതാണ്. അതിൻ്റെ ചാറ് ഫുള്ളും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് വേണ്ടി ഞാനിവിടെ കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിൻ്റെ അളവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കരിക്കിൻ്റെ വെള്ളം ഫുള്ളും എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം. നമ്മുടെ കറ്റാർവാഴ ജ്യൂസ് നല്ലതുപോലെ അടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്റ്റെയിനറിലൂടെ നമുക്ക് നന്നായി അരിച്ചെടുക്കാം. നല്ലതുപോലെ അരിച്ചെടുത്ത ഈ ജ്യൂസിലേക്ക് നമുക്ക് കുതിർത്ത് മാറ്റി വെച്ച സബ്ജ സീഡ് 2 ടേബിൾ സ്പൂൺ ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ കറ്റാർവാഴ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ മന്ത്ലി ഒരു തവണയെങ്കിലും കുട്ടികൾക്കും മുതിർന്നവർക്കും കുടിക്കാൻ പറ്റിയ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്കാണ്. തീർച്ചയായും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.